ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവരുടെ കിതാബു തൗഹീദ്, ഷെയ്ഖ് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ല അവരുടെ ഷറഹ് ഇആനത്തുൽ മുസ്തഫീദ് സഹിതം ഓഡിയോ നമ്പർ 98. അടുത്തത് വഫീഹി അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നുള്ള നിവേദനം. വഫീഹി എന്ന് പറഞ്ഞാൽ അതിലുണ്ട്, അതായത് ഇവിടെ സ്വഹീഹ് ബുഖാരിയിലാണ് ഉദ്ദേശിക്കുന്നത്. ആ ഹദീസിൻ്റെ ഷറഹ് പറയണേ, ഖാല ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന ഉൻസില അലൈഹി വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതായത് താങ്കളുടെ അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്ന് പറയുന്ന ആയത്ത്. ഖൗലുഹു, അതിൻ്റെ വിശദീകരണം പറയാണ്, വഫീഹി അതിലുണ്ട്, യാനി ഫി സ്വഹീഹുൽ ബുഖാരി, അതായത് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അൻ അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് അദ്ദേഹത്തിൽ നിന്നുള്ള നിവേദനം. അബൂ ഹുറൈറ ഉസ്തുഹിറ ബികുന്യതിഹി, ഇസ്തഹറ ബികുന്യതിഹി, അദ്ദേഹത്തിൻ്റെ കുന്യത്തിൽ അബൂ ഹുറൈറ എന്നുള്ള പേരിലാണ് പ്രസിദ്ധനായത്. അമ്മ ഇസ്മുഹു, അദ്ദേഹത്തിൻ്റെ പേര് സംബന്ധിച്ച് യഥാർത്ഥ നാമം. ഫഖ്തലഫ ഫീഹിൽ ഉലമാ വൽ അഖ്വാലിൻ കസീറ, ധാരാളം അഭിപ്രായങ്ങൾ ഉലമാക്കൾക്ക് ആ വിഷയത്തിലുണ്ട്, അതിൽ ഭിന്ന വീക്ഷണങ്ങളുണ്ട്. അസഹുഹ, അതിലേറ്റവും സഹിഹായ വീക്ഷണം അബ്ദുറഹ്മാൻ ബിൻ സഹ് എന്നാണ്. മിൻ ഖബീലത്തി ദൗസ് അൽ മഷ്ഹൂർ, പ്രസിദ്ധമായ ദൗസ് ഗോത്രത്തിൽപ്പെട്ട. ഖദിമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഅലന ഇസ്ലാമുഹു, അദ്ദേഹം നബിൻ്റെ അടുത്ത് വന്നിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇസ്ലാം പ്രഖ്യാപിച്ചു. വലാസമൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുലാസമതൻ താമ്മത്തൻ, നബിയോട് ഒട്ടിച്ചേർന്ന് തന്നെ ജീവിച്ചു പൂർണ്ണമായിട്ടും. യർവി അൻഹു അൽ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട്. വഹ്തമ്മ ബിദാലിക ഇഹ്തിമാമൻ അളീമ, അദ്ദേഹം അതിന് വളരെയധികം ഇമ്പോർട്ടൻസ്, പ്രാധാന്യം, ഇഹ്തിമാം നൽകി. ഹത്താ അസ്ബഹ മിൻ അക്സരി സ്വഹാബത്തി റിവായത്തുൽ ലിൽ ഹദീസ്, സഹാബാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആകുന്നത് വരേക്കും. ഫഇന്നഹു യൂജിദ് ലഹു ഫി കുത്തുബി സുന്നത്തി മാ യസീദു അല 5000 ഹദീസ്, അതായത് 5000-ത്തിലധികം ഹദീസുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഹദീസ് കിതാബുകളിൽ കാണാം. ഫഹു അക്സറു സ്വഹാബത്തി റിവായത്തൻ ലിൽ ഹദീസ് ലിഅന്നഹു തഫറഅ ലിദാലിക, അപ്പോൾ അദ്ദേഹം സഹാബാക്കളിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വ്യക്തിയായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം അതിനു വേണ്ടി ഒഴിഞ്ഞു നിന്നു എന്നുള്ളതാണ്, അതിനായിട്ട് ഒഴിഞ്ഞു നിന്നു. തഫറുഅൻ താമൻ, പൂർണ്ണമായിട്ടുള്ള ഒഴിഞ്ഞു നിൽക്കൽ. വഹ്തമ്മ ബിഹി, അതിന് അദ്ദേഹം പ്രാധാന്യം നൽകി. ഇഹ്തിമാമൻ താമൻ, പൂർണ്ണമായ പ്രാധാന്യം. ഫഅഅനഹുല്ലാഹു അലാ ദാലിക, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ അതിന് സഹായിച്ചു. വഹഫിള ലിഹാദിഹിൽ ഉമ്മത്തി ഖിസ്മൻ കബീറൻ മിൻ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് നല്ലൊരു ഭാഗം ഈ ഉമ്മത്തിന് വേണ്ടി അദ്ദേഹം മനഃപ്പാടമാക്കി. ഫഹുവ റാവിയത്തുൽ ഇസ്ലാം റളിയല്ലാഹു അൻഹു, റിവായത്തുൽ ഇസ്ലാം ആയിരിക്കും. വഖദ് തഅജ്ജ ബഅദുൽ ജുഹാലി ഫീ ഹാദിൽ അസ്ർ, ഇക്കാലത്തെ ചില ജാഹിലീങ്ങൾ, പാമരന്മാർ, അവരുടെ ചില നിലപാട് അവർ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അല്ലദീന തഅസ്സറു ബിദിആയാത്തിൽ മുസ്തശ്രിഖീൻ എന്ന് പറഞ്ഞാൽ ഓറിയൻ്റലിസ്റ്റുകളുടെ പ്രൊപ്പഗണ്ടയിൽ സ്വാധീനിച്ചുകൊണ്ട് ചിലർ അവർ അത്ഭുതം കൂറിയിട്ടുണ്ട്. ഔ ബിദിആയാത്തിൽ മുബ്തദിഅ, അല്ലെങ്കിൽ മുബ്തദികളുടെ. ഫസ്തവറബു കസറത്തുൽ അഹാദീസില്ലത്തി റവാഹ ഹാദ സ്വഹാബിൽ ജലീൽ, ഈ മഹാനായ സ്വഹാബി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളുടെ ആധിക്യം കണ്ടിട്ട് അവർ അത് വിചിത്രമാണെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഫസ്വാറു യതകല്ലമുന കലാമൻ സയ്യൻ ഫി ഹഖ് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിൽ മോശമായിട്ടുള്ള സംസാരം അവർ സംസാരിച്ചിട്ടുണ്ട്. വലാകിൻ അല്ലാഹ ഖയ്യദ മിൻ ഉലമാഇൽ ഇസ്ലാമി മൻ ദഹല ഹാദിഹി ശുബ്ഹാത്ത്, അപ്പോൾ ഇങ്ങനെയുള്ള സംശയങ്ങൾ കൊണ്ടുവന്നവരെ, അവരെ തകർക്കാൻ ഇസ്ലാമിൻ്റെ ഉലമാക്കളെ അള്ളാഹു തയ്യാറാക്കി. പക്ഷേ വറദ്ദിഹ ഫി നുഹൂരി, അത് അവരുടെ നെഞ്ചുകളിൽ തന്നെ അതിനെ എന്ത് ചെയ്തു? അതിനെ റദ്ദ് ചെയ്തു, ഖണ്ഡിച്ചു. വബയ്യന മൻസിലത ഹാദ സ്വഹാബിയിൽ ജലീലി മിൻ ബൈനി സ്വഹാബത്ത്, സ്വഹാബാക്കളിൽ നിന്ന് ഈ മഹാനായ സ്വഹാബിയുടെ പദവി വേർതിരിച്ച് അവർ വ്യക്തമാക്കി. വഹ്തിമാമുഹു ബി അഹാദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഹ്തിമാമുഹു ബി അഹാദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ
ഹദീസുകൾക്ക് അദ്ദേഹം നൽകിയ പ്രാധാന്യവും. ഹുനാക കിതാബാത്തുൻ കസീറത്തുൻ തുദാഫിഉ അൻ മർവിയാത്തി ഹാദ സ്വഹാബിയിൽ ജലീൽ വതദ്ഹദു ശുബ്ഹാത്തുൽ മുസ്തശ്രിഖീന വൽ മുബ്തദിയത്തി മിന ശിയഅത്തി വൈഹിം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹദീസ് റിപ്പോർട്ടുകളെക്കുറിച്ച് അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട്, അതേപോലെ ഓറിയൻ്റലിസ്റ്റുകൾ മുബത്തദികൾ ഷിയാക്കളിൽ നിന്നും ഉള്ള മുബത്തദികളും മറ്റുമൊക്കെ അവരെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ, എഴുത്തുകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. കാല അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇടയ്ക്ക് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കുറിച്ച് കുറച്ച് പരാമർശം അധികം വന്നിട്ടുണ്ട്. ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ ഇടയിൽ എണീറ്റ് വന്നു. ജാഅ ഫി ഹദീസിൽ ആഖർ, മറ്റൊരു ഹദീസിൽ വന്നിട്ടുള്ളത് അന്നഹു ഖാമ അല സ്വഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഫയിൽ എണീറ്റ് വന്നു എന്നുള്ളതാണ്. ഹീന ഉൻസില അലൈഹി, അവിടത്തേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ, വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ, താങ്കളുടെ ഉറ്റ ബന്ധുക്കളെ താങ്കൾ മുന്നറിയിപ്പ് നൽകണം, ഇന്ദാർ ചെയ്യണമെന്ന്, അവർക്ക് മുന്നറിയിപ്പ് നൽകണം എന്ന്. അമറഹു അല്ലാഹു സുബ്ഹാനഹു വ തആല, അമറഹു അല്ലാഹു സുബ്ഹാനഹു വ തആല അൻ യുൻദിറ അശീറതഹുൽ അഖ്റബീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ മുന്നറിയിപ്പ് നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് കൽപ്പിച്ചു. കമാ അമറഹു അൻ യുൻദിറ അന്നാസ ആമ, മൊത്തത്തിൽ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകാൻ, മനുഷ്യരോട് മുന്നറിയിപ്പ് നൽകാൻ അള്ളാഹു കൽപ്പിച്ചതുപോലെ. ലി അന്നഹു റസൂലുൻ ഇലൽ ആലമി കുല്ല, കാരണം എന്താണ്? ലി അന്നഹു റസൂലുൻ ഇലൽ ആലമി കുല്ലിഹി, മുഴുവൻ ലോകത്തിനും റസൂലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് കാരണം. അതെന്താണ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലിയകൂന ലിൽ ആലമീന നദീറ, ലോകർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ ആകുന്നതിനും, അദ്ദേഹം ആകുന്നതിനും. റിസാലത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമ്മത്തുൻ ലിസ്സഖലൈനിൽ ജിന്നി വൽ ഇൻസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം, റിസാലത്ത് എന്നത് മൊത്തം രണ്ട് വിഭാഗങ്ങൾക്കും, അതായത് ജിന്നുകൾക്കും മനുഷ്യർക്കും പൊതുവായിട്ടുള്ളതാണ്. വഖദ് ബല്ലഗ അൽ ബലാഗൽ മുബീൻ, വ്യക്തമായ എത്തിക്കൽ അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്, അവിടുന്ന് എത്തിച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് നബി പ്രബോധനം ചെയ്തിട്ടുണ്ട്. വലാകിന്നഹു ഇഖ്തസ്സ അശീറതഹു ലി അംരില്ലാഹി ലഹു ബിദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ ബന്ധുക്കളോട് നബി പ്രത്യേകം പറഞ്ഞു എന്നതാണ്. കാരണം അള്ളാഹു പറഞ്ഞു വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ എന്ന് പ്രത്യേകം പറഞ്ഞു. വഫീ ഹാദാ, ഇതിലുണ്ട് ദലീലുൻ അലാ വുജൂബിൽ മുബാദറത്തി ഇലാ ഫിഅലിൽ അവാമിരി, കൽപ്പനകളുടെ പ്രവർത്തികൾ അത് ചെയ്യുന്നതിലേക്ക് മുബാദറത്ത് ചെയ്യണം, ഉളരണം എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. ഫഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ നുസില അലൈഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്ത്? വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ, താങ്കളുടെ ഉറ്റ ബന്ധുക്കളെ താങ്കൾ മുന്നറിയിപ്പ് നൽകുന്നുള്ള ആയത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ബാദറ ബിതംഫീദി ദാലിക വഇബ്ലാഗിഹി, അത് പൂർത്തീകരിക്കാനും അത് എത്തിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളരി, അതിന് നബി ധൃതിപ്പെട്ടു. ഫഫീ ദലീലുൻ അലാ വുജൂബിൽ മുബാദറത്തി ബിംതിസാലി അവാമിരില്ലാഹി സുബ്ഹാനഹു വ തആല, അപ്പോൾ ഇതിലെന്ത് തെളിവുണ്ട്? അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിലേക്ക് ഉളരണം, അത് നിർബന്ധമാണ് എന്നതിലേക്ക്, ഉളരൽ നിർബന്ധമാണ് എന്നതിലേക്ക്. വഅന്നൽ ഇൻസാൻ ലാ യതവാനി ഇദാ ബലഗഹു മിൻ അവാമിരില്ലാഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകളിൽ നിന്ന് എന്തെങ്കിലും ഒരു മനുഷ്യനെ എത്തിക്കഴിഞ്ഞാൽ അവന് അത് അനുസരിക്കുന്നതിലേക്ക്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നതിലേക്ക് ഉളരണം, അതിന് പിന്നെ വൈകാൻ പാടില്ല എന്നത്. അംരിൻ അവാമിരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളിലൊന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഫഇന്നഹു യുബാദിറു ഇലാ തൻഫീദിഹി വലാ യതവാനി, അവനെന്ത് ചെയ്യണം? മടിച്ചു നിൽക്കാതെ, വൈകിക്കാതെ അവനത് പൂർത്തിയാക്കാൻ അതിനുള്ള മുബാദറത്ത് വേണം, അവൻ്റെ ഭാഗത്ത് നിന്ന് അവന് ഉളരണം എന്നതാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിനിക്കോ പാടില്ല, ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ, അല്ലാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം വിധിച്ചാൽ, അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, പിന്നെ അവരുടെ കാര്യത്തിൽ അവരൊരു ഓപ്ഷൻ സ്വീകരിക്കൽ അത് പാടില്ല. അത് ഒരു സത്യവിശ്വാസിനിക്കോ പറ്റൂല. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ
അല്ലെങ്കിൽ അവൻ്റെ റസൂൽ ഒരു കാര്യം കൽപ്പിച്ചാൽ അതിൽ പിന്നെ വേറെ പിന്നെ അത് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ള അങ്ങനെ ഒരു ഓപ്ഷൻ പിന്നെ പറ്റൂല. അതിൽ അവരുടെ സ്വന്തം നിലപാട് പിന്നെ ബാധകമല്ല. അത് അള്ളാഹു റസൂൽ എന്താണ് പറഞ്ഞത് അതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. വൽ ഇന്ദാറു മാനാഹു, ഇന്ദാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. ഇന്ദാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന മുന്നറിയിപ്പ് നൽകൽ എന്നാണ്. അൽ ഇഖ്ബാറു വത്തഹദീറു മിൻ വുഖൂഇ അംരിൻ മക്രൂഹിൻ. അൽ ഇഖ്ബാറു വിവരം നൽകൽ, വത്തഹദീറു മുന്നറിയിപ്പ് നൽകലും, മിൻ വുഖൂഇ അംരിൻ മക്രൂഹിൻ വെറുക്കപ്പെട്ട കാര്യത്തിൽ പതിക്കുന്നതിൽ നിന്ന്, പെട്ടുപോകുന്നതിൽ നിന്ന്. അമൽ ബിഷാറത്ത്, ഇനി ബിഷാറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫഹി അൽ ഇഖ്ബാറു അൻ അംരിൻ സാരിൻ, സന്തോഷകരമായ കാര്യം അറിയിക്കലാണ്. ഫല്ലാഹു ജല്ല വഅല ബഅസ ഹാദൻ നബിയ ബഷീറൻ വനദീറ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നബിയെ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഷീറും നദീറുമായിട്ടാണ് അയച്ചത്. ബഷീർ പറഞ്ഞാൽ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആൾ, നദീർ എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പുകൾ നൽകുന്നയാൾ. ബഷീർ അല്ലിൽ മുഅ്മിനീന ബിൽ ഖൈരി വൽ ജന്ന, സത്യവിശ്വാസികൾക്ക് നന്മ കൊണ്ടും സ്വർഗം കൊണ്ടും സന്തോഷ വാർത്ത അറിയിക്കുന്ന. വനദീർ അല്ലിൽ കാഫിരീന ബിന്നാരി വൽ അദാബി, സത്യനിഷേധികൾക്ക് നരകം കൊണ്ടും ശിക്ഷ കൊണ്ടും മുന്നറിയിപ്പ് നൽകുന്ന. ഇല്ലാ അൻ യതൂബു ഇലല്ലാഹി സുബ്ഹാനഹു വതആല, അവർ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അവർക്ക് അള്ളാഹു തൗബ സ്വീകരിക്കുകയും മാപ്പാക്കുകയും ചെയ്യും എന്നതാണ്. വൽ അഷീറ, അഷീറത്ത് എന്ന് പറഞ്ഞാൽ ജമാഅത്തുർ റജുലിൽ ലദീന യുൻതസബു ഇലൈഹിം, ഒരു വ്യക്തിയിലേക്ക് ചേർക്കപ്പെടുന്ന ആൾക്കാർ, നസബ് വഴി, തറവാട് വഴി, ബന്ധുത്വം വഴി. വൽ അഖറബീന, അഖറബീൻ എന്ന് പറയാൻ അഖറബുന്നാസി ഇലൽ ഇൻസാൻ, ഒരാളിലേക്ക് ഏറ്റവും അടുത്ത ആൾക്കാർ. എന്നൽ ഖറാബത്ത തഫാവുത്തു, കാരണം എന്താ? ഖറാബത്ത് ബന്ധുത്വം എന്ന് പറഞ്ഞാൽ അത് ഏറ്റക്കുറച്ചിലുണ്ടാവും. അടുത്ത ബന്ധം അകന്ന ബന്ധമൊക്കെ ഉണ്ടാവും. മിൻഹാൽ ഖറാബത്തുൽ ഖരീബ, അപ്പോൾ അടുത്ത ബന്ധങ്ങളുണ്ടാവും. അതിൽപ്പെട്ടതാണ് കൽ ആബായി, ഉദാഹരണം പിതാക്കൾ എന്ന് പറഞ്ഞാൽ പിതാവ്, പിതാവിൻ്റെ പിതാവ് ഒക്കെ പെടും. വൽ ഉമ്മഹാത്ത്, ഉമ്മമാർ. വൽ ഇഖ്വാൻ, സഹോദരന്മാർ. വൽ അഖവാത്ത്, സഹോദരിമാർ. വൽ അമാം, പിതൃ സഹോദരന്മാർ. വൽ അമ്മാത്ത്, പിതൃ സഹോദരിമാർ. വമിൻഹും അഖാരിബു അബായിദ്, അകന്ന ബന്ധുക്കളുണ്ടാവും. മിസ്ല അബ്നാഇൽ അമാം, അതായത് പിതൃ സഹോദരന്മാരുടെ മക്കൾ, പിതൃ സഹോദരന്മാരുടെ മക്കൾ. അബ്നാഇൽ അമാം, പിതൃ സഹോദരന്മാരുടെ മക്കളുടെ മക്കൾ. ഇലാഖരിയ, അതിനവസാനം വരെ. ഫഹും അക്കാരിബ്, അവർക്ക് അക്കാരിബാണ്. വലാക്കിന്നഹും അക്കാരിബും ബഈദുൻ, പക്ഷെ അവർ അകന്ന ബന്ധുക്കളാണ്. വഫീ ഹാദാ ദലീലുൻ അലാ അന്ന ദാഇയത വൽ അംറ ബിൽ മഅറൂഫി വൻ നാഹി അനിൽ മുൻകരി യബ്ദഉ ബി അഹ്ലി ബൈത്തിഹി വ ഖാസത്തിഹി അവ്വലൻ. അപ്പോൾ ഇതിൽ എന്തുണ്ട്? പ്രബോധകൻ, അതേപോലെ നന്മ കൽപ്പിക്കുന്നയാളും തിന്മ വിരോധിക്കുന്നയാളും അയാളുടെ വീട്ടുകാരിൽ നിന്നാണ് തുടങ്ങേണ്ടത്, പ്രത്യേകിച്ച്. അതേപോലെ അവൻ്റെ ഖാസത്ത്, അവൻ്റെ പ്രത്യേകക്കാരിലുമാണ് തുടങ്ങുന്നത് അവനെ ആദ്യമായിട്ട്. സുമ്മ ബി ജീറാനിഹി വ അഹ്ലി ബലദിഹി, പിന്നെ അവൻ്റെ അയൽവക്കക്കാരോടും അവൻ്റെ നാട്ടുകാരോടും. സുമ്മ യതമദ്ദദു ബിൽ ഖൈരി ഇലാ മൻ ഹൗലഹു മിനൽ ബിലാദ്, പിന്നെ നാടുകളിൽ നിന്ന് അവൻ്റെ ചുറ്റുമുള്ള അവരിലേക്ക് അവൻ്റെ ആ നന്മ നീട്ടി എത്തണം, വ്യാപിപ്പിക്കണം എന്നതാണ്. അമ്മൽ അഖ്സു, പക്ഷേ എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ വഹുവ അൻ യദ്ഹബ ഇലൽ അബാഇദി ഔ ഇലൽ ബിലാദിൽ ബഈദ വ യത്റുക അഹ്ല, സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ചിട്ട് അവർക്ക് താഴ്വത്തെത്തിക്കാതെ, അവർക്ക് പ്രബോധന പ്രവർത്തനം നടത്താതെ വിദൂര ദിക്കുകളിലേക്ക്, വിദൂര ദേശങ്ങളിലേക്ക്, ദൂരത്തിലേക്ക് പോകൽ. വയത്തുറുക്ക ബലദഹു, അവൻ്റെ നാട് ഉപേക്ഷിക്കൽ. വയത്തുറുക്ക അക്കാരിബോ, അവൻ്റെ ബന്ധുക്കളെ ഉപേക്ഷിക്കൽ, അവരോടൊക്കൊന്നും ദാവത്തില്ലാതെ. ഫഹാദ ഖിലാഫു മൻഹജർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജിന്, രീതിക്ക് എതിരാണ്. അല്ലദീ അമറഹുല്ലാഹു ബിഹി ഫി ഹാദിഹിൽ ആയ, അള്ളാഹുവിൻ്റെ റസൂലിനെ ഈ ആയത്തിലൂടെ അള്ളാഹു കൽപ്പിച്ച. ഫമിൻ മൻഹജി ദഅവത്തി അൽ ബിദായത്തു ബിൽ അഖാരി വബി അഹ്ലിൽ ബൈത്തി. അപ്പോൾ ദഅവത്തിൻ്റെ മൻഹജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഖാരിബ്, കുടുംബക്കാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ തുടങ്ങുക എന്നുള്ളതാണ്. കമാ ഖാല തആല, കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞ പോലെ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലെങ്കിൽ സത്യവിശ്വാസികളെ, ഖൂ, നിങ്ങൾ കാത്തുകൊള്ളണേ, അംഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, സ്വന്തം നഫ്സുകളെ, വ അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നഫ്സുകളെയും,
നാറിനെ തൊട്ട്, നരകത്തെ തൊട്ട്. വഖൂദുഹൻ നാസു വൽ ഹിജാറ. വഖൂദുഹ അതിലെ വിറക് എന്ന് പറഞ്ഞാൽ അന്നാസു മനുഷ്യരാണ്, വൽ ഹിജാറ കല്ലുകളുമാണ്. അപ്പം നരകം എന്ന് പറഞ്ഞാൽ അതിൽ മനുഷ്യരും കല്ലുകളുമാണ് കത്തിക്കപ്പെടുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ തടി ഇല്ലാതിരിക്കാൻ നിങ്ങൾ കാത്തോളണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെയും എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ മക്കളും ഉമ്മ സഹോദരങ്ങളൊക്കെ പെടും. അമറ ബി വിഖായത്തിൻ നഫ്സി അവല, ആദ്യം സ്വന്തം നഫ്സിനെ കാത്തോളണം. സുമ്മ ബി വിഖായത്തിൽ അഹ്രീൻ, പിന്നെ കുടുംബങ്ങളെ. വദാലിക ലിഅന്നൽ അഖാരിബ ലഹും ഹഖ്ഖുൻ, കാരണം അഖാരിബിന് ഹക്കുണ്ട് ബന്ധുക്കൾക്ക്. വമിൻ അഅ്ളമി ഹുഖൂഖിഹിം, അവരുടെ ഹക്കുകളിൽ ഏറ്റവും മഹത്തായത് എന്ന് പറഞ്ഞാൽ ഇർഷാദുഹും ഇലാ മാ ഫീഹി ഖൈറിഹിം വസലാഹിം വല ഫലാഹിഹിം, അവരുടെ നന്മയും അവരുടെ വിജയവും അവരുടെ സ്വലാഹും അതിലേക്ക് അവരെ വഴി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഫഹദ അൻഫഅ മിൻ അൻ തുഅതീഹിം അദ്ദഹബ വൽ ഫിദ്ദത വൽ അംവാല, ഇത് നീ അവർക്ക് സ്വർണ്ണോ വെള്ളിയോ സ്വത്തുക്കളോ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഉപകാരപ്പെട്ടതാണ്. ബൽ തബ്ദഉ ബി ഇർഷാദിഹിം, പക്ഷേ നീ തുടങ്ങേണ്ടത് അവരെ മാർഗദർശനം ചെയ്തുകൊണ്ടാണ്. വ തൗജീഹിഹിം വ ദഅവതിഹിം ഇലല്ലാഹി തആല ലിഅന്ന ലഹും ഹഖ്ഖൻ അലൈക, കാരണം നിനക്ക് അവരുടെ മേൽ ബാധ്യത ഉണ്ട്. അവർക്കാണെങ്കിലോ നിന്നിൽ നിന്ന് ചില അവകാശങ്ങളുണ്ടെന്നുള്ള. വലൈസ ഹഖ്ഖുഹും മഖ്സൂറൻ അലൽ ഇൻഫാഖി വ ഇഅ്താഹിം അൽ മാൽ, അപ്പോൾ അവരുടെ അവകാശം എന്ന് പറഞ്ഞാൽ അത് നീ അവർക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കലും സ്വത്ത് നൽകലും മാത്രമല്ല. സാനിയൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലി അജ്ലിൽ ഖുദ്വ, മാതൃക ആവാൻ യോഗ്യമാകുക എന്നുള്ളതാണ്. ലി അന്നക ഇദാ ദഅഉതന്നാസ വ തറക്ത അഹ്ല ബൈതിക, കാരണം നീ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുന്നു, എന്നിട്ട് നിൻ്റെ കുടുംബത്തിനെ ഒഴിവാക്കുകയാണ്, വീട്ടുകാരെ. അപ്പോൾ ഫഇന്നന്നാസ സയൻഖിമൂനാലൈക്ക്, അപ്പോൾ നാട്ടുകാർ ആളുകൾ നിനക്കെതിരാവും. വലാ യഖ്ബലൂന ദഅവതക, ദഅവത അവർ സ്വീകരിക്കൂല. വലാ തൗജീഹാതിക് യഖൂലൂന ലൗ കാന സാദിഖൻ ലബദഅ ബി അഹ്ലി ബൈതിഹി, അവർ പറയും അയാൾ സത്യസന്ധനാണെങ്കിൽ അയാളുടെ വീട്ടിൽ നിന്ന് തുടങ്ങൂലേ. യദ്ഹബു ഇലന്നാസി വയത്റുക് അഹ്ല ബൈതിഹി അലൽ മുഖാലഫാത്ത്, അവൻ ജനങ്ങളുടെ അടുത്തേക്ക് പോയി ദാവത്ത് നടത്തുന്നു, അവൻ്റെ വീട്ടുകാരെ ഉപേക്ഷിക്കുന്നു, അവർക്ക് ദാവത്ത് നടത്തുന്നില്ല. അവരെ എങ്ങനെ ഉപേക്ഷിക്കുന്നു? ഷറായിന് വിരുദ്ധമായ കാര്യങ്ങളിൽ അവരെ വിടുന്നു, അവരെ ഒഴിവാക്കുന്നു. വാലൽ മുങ്കറായ കാര്യത്തിന്, വാലൽ ജഹിലി പിന്നെ എന്താണ് അജ്ഞതയിലും. വയദഹബിൽ അന്നാസിയ ദുഴുഹുമിലല്ല, ജനങ്ങളെ അത് ക്ഷണിക്കാൻ വേണ്ടിയിട്ട്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ, നന്മയിലേക്ക് ക്ഷണിക്കാൻ അവന് ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നു. ഹാദാ ലൈസ മിൻ മൻഹജി ദഅവ, ഇത് ദഅവത്തിൻ്റെ ഒരു മൻഹജല്ല. മൻഹജു ദഅവതി അൻ തബ്ദഅ ബിൽ അഖറബീൻ, ദഅവത്തിൻ്റെ മൻഹജ് എന്ന് പറഞ്ഞാൽ നീ കുടുംബക്കാരിൽ, അടുത്ത കുടുംബക്കാരിൽ നിന്ന് തുടങ്ങാൻ എന്നുള്ള. സുമ്മ യന്തശിറുൽ ഖൈറ ഷൈഅൻ ഫഷൈഅൻ അലാ മൻ ഹൗലഹു, പിന്നെ ക്രമേണ എന്ത് ചെയ്യുക, ചുറ്റിലുള്ളവർക്കും ഈ ദഅവത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഹാദൽ മൻഹജു, ഈ മൻഹജ് അസ്സലീം സുരക്ഷിതമായ മൻഹജ്. അമ്മല്ലദീ യതഅദ്ദാ ബൈതഹു വയതഅദ്ദാ ബലദഹു വയദ്ഹബ ഇലന്നാസ്, അമ്മല്ലദീ യതഅദ്ദി ബൈതഹു യതഅദ്ദാ ബൈതഹു വയതഅദ്ദാ യതഅദ്ദി, അപ്പോൾ യതഅദ്ദി എന്നായിരിക്കും. അമ്മല്ലദീ യതഅദ്ദി ബൈതഹു വയതഅദ്ദി ബലദഹു വയദ്ഹബ ഇലന്നാസിൽ ബഈദീൻ യദ്ഉഹും ഇലല്ലാഹ്, അതായത് സ്വന്തം വീട് വിട്ട് കടന്ന്, സ്വന്തം നാട് വിട്ട് കടന്ന് ദൂരെ ഉള്ള ആളുകളിലേക്ക് പോയി ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ. ബൈതുഹു ഫീഹി അൽ ജഹൽ, അവൻ്റെ വീട്ടിലാകെ ജഹിലാണ്, അജ്ഞതയാണ്. വഫീഹി അൽ അഖ്താ ഉൽ കസീറ, അവിടെ ധാരാളം തെറ്റുകളുണ്ട്. ഒരു മുഖാലഫാത്ത്, ഷറൈന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. ഔ ഫി ബലദിഹി ജമാഅത്തിഹി അൽ അഖ്താ ഉൽ കസീറ വൽ മുഖാലഫാത്ത്, അവൻ്റെ നാട്ടിൽ അവൻ്റെ ജമാഅത്തിൽ ധാരാളം തെറ്റുകളും എതിരായ കാര്യങ്ങൾ, ഷറൈ വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തല്ല, ഫഹാദ ലൈസ മിൻ മൻഹജി ദഅവ, ഇത് ദഅവത്തിൻ്റെ മൻഹജല്ല. എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ പ്രബോധനം നടത്തി എന്നിട്ട് അവർ ശരിയാവുന്നില്ല, അപ്പം ഞാൻ അവർ ശരിയായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്താൻ പാടില്ല എന്നുള്ളതല്ല. അല്ലെങ്കിൽ നാട്ടുകാർക്ക് ദഅവത്ത് നടത്തുന്നുണ്ട്, പക്ഷെ നാട്ടുകാരിപ്പോൾ എല്ലാവരും സ്വീകരിച്ചോണമെന്നില്ലല്ലോ. അപ്പോൾ ചിലർ സ്വീകരിക്കുന്നവരുണ്ടാകും, കുറേ പേര് സ്വീകരിക്കാത്തവരുണ്ട്, കുറേ പേര് ഷിർക്കിലും വിദഅത്തിലും ഖുറാഫാത്തിലും കഴിഞ്ഞുകൂടുന്നു എന്ന് വിചാരിച്ചിട്ട് മറ്റൊരു നാട്ടിൽ പ്രബോധനം നടത്താൻ പാടില്ല എന്നുള്ളതല്ല. തീരെ സ്വന്തം കുടുംബത്തിലും അയൽവക്കത്തും നാട്ടിലും കുടുംബത്തിലൊന്നും വേണ്ടപ്പെട്ട
അടുത്ത പരിചയക്കാരിലും ഒന്നും ദഅവത്ത് നടത്താതെ വിദൂര ദേശങ്ങളിലോ മറ്റു നാടുകളിലൊക്കെ പോയിട്ട് ദഅവത്ത് നടത്തുന്നത് ശരിയല്ല എന്നതാണ്. ഹദാ അംറുൻ യജിബു അൻ നതഫത്തന ലഹ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ നിർബന്ധമായിട്ട് ചിന്തിക്കേണ്ട, നമ്മൾ ചിന്തിക്കാൻ നിർബന്ധമായ കാര്യമാണ്. ഫ മൻഹജു ദഅവത്തി യുഖദു മിനൽ കിതാബി വസ്സുന്ന. ദഅവത്തിൻ്റെ മൻഹജ് എന്ന് പറയുന്നത് കിതാബെന്നും അൽ കിതാബ് അതായത് വിശുദ്ധ ഖുർആനും സുന്നത്തെന്നും തിരിച്ചറിയിൽ നിന്നാണ് എടുക്കപ്പെടേണ്ടത്. ലാ യുഖദു മിനൽ ഇസ്തിലാഹാത്തി വൽ ആറാ. ഏതെങ്കിലും ചില ആൾക്കാരുടെ അഭിപ്രായങ്ങൾ എന്നല്ല. കമാ അലൈഹി കസീറു മിന ദുആത്ത് അൽയൗം. ഇന്നത്തെ ധാരാളം പ്രബോധകർ ആയതുപോലെ അല്ല. യഖുദൂന മനാഹിജഹും മിനൽ ആദാത്തി വൽ ആറാഇ വൽ മുഖ്തരിഹാത്ത്. അത് ചില അഭിപ്രായങ്ങൾ, ചില ആദത്തുകളിൽ നിന്നും ഒക്കെയാണ് അവർ ഇപ്പോഴത്തെ പല ദാഴിമാരും എടുക്കുന്നത് രീതികൾ. ലാ മിനൽ കിതാബി വസുന്ന. കിതാബെന്നും സുന്നത്തൊന്നുമല്ല. ഉന്നൂറു ഇലാ ഹാദിഹിൽ ആയ. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ. അൻദിർ അശീറതകൽ അഖ്റബീൻ. പറഞ്ഞത് തന്നെ, താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ, കുടുംബങ്ങളെ മുന്നറിയിപ്പ് നൽകൂ. വൻദുറു ഇലാ ഖൗലിഹി തആല. അല്ലാഹു തആലാന്റെ വചനം നോക്കൂ. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. നേരത്തെ പറഞ്ഞു. വൻദുറു ഇലാ ഖൗലിഹി തആല അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ് അഫലാ തഅഖിലൂൻ. അതഅ്മുറൂന അന്നാസ, നിങ്ങൾ മനുഷ്യരോട്, ജനങ്ങളോട് കൽപ്പിക്കുകയാണോ, ബിൽ ബിർരി, നന്മ കൊണ്ട്, വതൻസൗന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, സ്വന്തത്തെ നിങ്ങൾ മറക്കുകയും ചെയ്യുക. അതായത് നിങ്ങൾ ഈ മാതൃകയൊന്നും പിൻപറ്റുന്നില്ല, നല്ല ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ ജനങ്ങളോട് നിങ്ങൾ നല്ല കൽപ്പിക്കുന്നു. വാന്തും തത്ലൂൻ അൽ കിതാബ്, നിങ്ങൾ അൽ കിതാബ് ഓതിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ വേദഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുന്നു. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ലേ. അതായത് നിങ്ങൾ വേദം പഠിക്കുന്നു അല്ലെങ്കിൽ വായിക്കുന്നു ഒക്കെ ഉണ്ട്, നന്മ ജനങ്ങളോട് കൽപ്പിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങൾ സ്വന്തത്തിൽ അത് മാതൃക കാണിക്കുന്നില്ല, കൊതുവത്തില്ല. ഫഹാദാ മിൻ അഅ്ളമി മനാഹിജി ദഅവ. അപ്പോൾ ഇത് ദഅവത്തിൻ്റെ മൻഹജുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്, സ്വന്തമായിട്ട് മാതൃകായോഗ്യനാകുക എന്നത്.